ഗായ്സ്, ഇന്നപ്പോൾ ഒരു സ്പെഷ്യൽ വീഡിയോ ആണ്. എല്ലാവർക്കും അറിയാൻ തോന്നുന്നു, ജൂൺ 7 ലോക ഭക്ഷ്യ സുരക്ഷാ ദിനമാണ്. അപ്പോൾ അതിനോടനുബന്ധിച്ച് ഗവൺമെൻറ്റിൻ്റെ ഒരു ഒഫീഷ്യൽ പ്രോഗ്രാം അറ്റൻഡ് ചെയ്യാനായിട്ടാണ് നമ്മളിപ്പോൾ പോകുന്നത്. കാരണം ഇന്നത്തെ പ്രോഗ്രാമിൻ്റെ ഫ്ലാഷ് മോബ് കണ്ടക്ട് ചെയ്യുന്നത് നമ്മൾ ഫാർമസി സ്റ്റുഡൻസ് ആണ്. സോ അതുകൊണ്ടാണ് നമ്മളിങ്ങനെ കളർ ഡ്രസ്സ് ഒക്കെ ഇട്ടിട്ട് പോകുന്നത്. അല്ലാത്ത സ്റ്റുഡൻസ് എല്ലാം യൂണിഫോമിലാണ്. ഫാർമസി സ്റ്റുഡൻസ് മാത്രമല്ല, കൂടെ ഫിസിയോതെറാപ്പി ഒപ്റ്റോമെട്രിക്കാരൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവരൊക്കെ വേറെ ബസ്സിലാണ് പോയത്. അങ്ങനെ അവിടെ എത്തിക്കഴിഞ്ഞ് കുറേ നേരം നമ്മളിവിടെ നിന്ന് കഴിഞ്ഞപ്പോൾ ഫുഡ് ആൻഡ് സേഫ്റ്റി ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഒരു ടീഷർട്ടൊക്കെ അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടായിരുന്നു. കാരണം പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ വാക്കത്തോൺ ആയിരുന്നു. നമ്മുടെ ഗാന്ധി സ്ക്വയറിൻ്റെ അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് പ്രൈവറ്റ് സ്റ്റാൻഡ് വരെയായിരുന്നു. അങ്ങനെ പ്രൈവറ്റ് സ്റ്റാൻഡിൽ എത്തിക്കഴിഞ്ഞാൽ അവിടെ ഒന്ന് ഫ്ലാഷ് മോബ് എന്നായിരുന്നു പ്ലാനിങ് ഒക്കെ. ആക്ച്വലി ഞങ്ങൾ എന്തോ ചെറിയ പരിപാടിയാണ്, അധികം ആൾക്കാരൊന്നും കാണില്ല, ഞങ്ങൾ കോളേജ് സ്റ്റുഡൻസ് മാത്രമേ കാണുള്ളൂ എന്നൊക്കെ കരുതി വന്ന പരിപാടിയാണ്. പക്ഷേ ഇവിടെ വന്ന് കണ്ടപ്പോൾ ശരിക്കും ഞെട്ടിപ്പോയി. കാരണം അത്രയ്ക്കും വലിയ പരിപാടികളായിരുന്നു. കാരണം കളക്ടറായിരുന്നു എൻ്റെ ഗസ്റ്റായിട്ട് വന്നിരുന്നത്. ഈ ചിരിച്ചോണ്ട് നിൽക്കുന്ന എല്ലാം നമ്മുടെ ക്ലാസ്സിലെ പിള്ളേരാണ്. എല്ലാവർക്കും ടീഷർട്ട് കിട്ടിയതിൻ്റെ സന്തോഷമാണ്. കൂടെ ബലൂണൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കിട്ടിക്കഴിഞ്ഞപ്പോൾ തന്നെ എല്ലാവർക്കും ഭയങ്കര ഹാപ്പിയായി. നമ്മൾ കോളേജിൽ വന്നിട്ട് 3 വർഷമായി. ഈ 3 വർഷത്തിനിടെ ആദ്യമായിട്ടാണ് ഇങ്ങനെയൊക്കെ ഒരു പ്രോഗ്രാം അറ്റൻഡ് ചെയ്യണത്. സോ അതുകൊണ്ട് തന്നെ എല്ലാവരും ഭയങ്കര എക്സൈറ്റഡ് ഒക്കെ ആയിരുന്നു. ഈ താപ്പം നമുക്ക് കിട്ടിയ ടീഷർട്ടിൻ്റെ ബാക്ക് സൈഡൊക്കെ കാണിച്ചു തരുന്നുണ്ട്. ഇതിൻ്റെ ലോഗോയും തീമും ഒക്കെയാണ് എഴുതി വെച്ചേക്കുന്നത്. സ്റ്റുഡൻസ് കൂടാതെ ഫുഡ് ആൻഡ് സേഫ്റ്റി ഡിപ്പാർട്ട്മെൻറ്റിലുള്ള കുറേ ആൾക്കാരും അതുപോലെ തൊടുപുഴയിലുള്ള എല്ലാ വ്യവസായികളും ഒക്കെ ഉണ്ടായിരുന്നു നമ്മളോടൊപ്പം. ഇത് കാണാൻ പറ്റുന്നുണ്ടോയെന്നറിയില്ല. ആ ഗ്യാപ്പിൽ നിൽക്കുന്നത് നമ്മുടെ മിസ്സുമാരാണ്. അവരും ആ ടീഷർട്ടൊക്കെ ഇട്ട് റെഡിയായി നിൽക്കുവാണ്. അങ്ങനെ ഇന്നത്തെ നമ്മുടെ വാക്കത്തോൺ പ്രോഗ്രാം ഇന്നോടെ ഫ്ലാഗ് ഓഫ് ചെയ്യുന്നത് നമ്മുടെ ഇടുക്കി ജില്ലാ കളക്ടർ വിഘ്നേശ്വരി മാം ആയിരുന്നു. അങ്ങനെ ഫ്ലാഗ് ഓഫ് കഴിഞ്ഞത് നല്ല സൂപ്പർ മഴ പെയ്തു. അങ്ങനെ വാക്കത്തോണൊക്കെ അവിടെ വെച്ച് തന്നെ അവസാനിച്ചു. ചെറിയൊരു സമയം കൊണ്ട് തന്നെ നല്ല രീതിക്ക് മഴയും അതുപോലെ ചെളിയും ആവാനായിട്ട് തുടങ്ങിയായിരുന്നു. പിന്നെ ഇവിടുന്ന് നടന്ന് പ്രൈവറ്റ് സ്റ്റാൻഡ് വരെ എത്തുക എന്നുള്ളത് നമുക്ക് ഒട്ടും പോസിബിളും അല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ അവർ നമ്മളോട് ചോദിച്ചു ഇവിടെ നിന്ന് ഫ്ലാഷ് മോബ് കളിക്കാവോ എന്ന് ചോദിച്ചിട്ടാണ് നമ്മൾ ഇവിടെ നിന്ന് കളിച്ചത്. അപ്പം അതൊക്കെ കഴിഞ്ഞു നല്ല രീതിക്ക്. ആദ്യമായിട്ടാണ് മഴയത്തു നിന്ന് ഒരു ഫ്ലാഷ് മോബൊക്കെ ചെയ്യുന്നത്. സോ നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. പിന്നെ നമ്മളവിടെ നേരെ പോവാണ്. അപ്പം നമ്മൾ പോകാനായിട്ട് റെഡിയായി നിന്നപ്പോഴാണ് അവർ നമ്മളോട് പറഞ്ഞത് വന്ന് സ്റ്റുഡൻസിനും എല്ലാവർക്കും തന്നെ ഫുഡൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ നേരെ അങ്ങോട്ടേക്ക് പോയി. തൊടുപുഴ പ്രൈവറ്റ് സ്റ്റാൻഡിൻ്റെ ഓപ്പോസിറ്റ് ഒരു പുതിയ റെസ്റ്റോറൻറ്റിലായിരുന്നു ഒരു ഫുഡൊക്കെ അറേഞ്ച് ചെയ്തേക്കുന്നത്. 11 മണി സമയമൊക്കെ ആയിരുന്നു. അതുകൊണ്ട് നമ്മൾ പ്രതീക്ഷിച്ചത് എന്തെങ്കിലും ചായയും കടികളും ഒക്കെ ആയിരുന്നു. പക്ഷേ അവിടെ ചെന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ നമ്മൾ ശരിക്കും ഞെട്ടിപ്പോയി ഗൈസ്. കാരണം ചെന്നപ്പോഴേ തന്നെ ഗ്രീൻ ടീയും പിന്നെ കൂടെ ഫ്രൈഡ് റൈസും ചിക്കനും ഒക്കെ ആയിരുന്നു അറേഞ്ച് ചെയ്തിരുന്നത്. പിന്നെ പ്രതീക്ഷിക്കാതെ നമുക്ക് ഫുഡൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര സന്തോഷമാണല്ലോ. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ നമ്മൾ തിരിച്ചു പോകാനുള്ള വണ്ടി വെയിറ്റ് ചെയ്തിട്ടിരിക്കുകയാണ്. അങ്ങനെ കുറച്ച് നേരം അവിടെ നിന്ന് കഴിഞ്ഞപ്പോൾ നമ്മുടെ കോളേജ് ബസ് ഇതായി നമ്മൾ നേരെ കോളേജിലേക്ക് തിരിച്ചു പോവാണ്. നല്ലൊരു പ്രോഗ്രാം തന്നെയായിരുന്നു. കാരണം ഒട്ടും പ്രതീക്ഷിക്കാതെ നല്ലൊരു പ്രോഗ്രാം അറ്റൻഡ് ചെയ്യാനായിട്ട് പറ്റി. അപ്പോൾ ആ സന്തോഷം എല്ലാവരുടെയും മുഖത്തുണ്ടായിരുന്നു. നമ്മുടെ സാറും മിസ്സും ഒക്കെ താഴെ നിൽപ്പുണ്ട്. പിന്നെ നമ്മുടെ പ്രോഗ്രാമൊക്കെ കഴിഞ്ഞാൽ നമ്മൾ നേരെ നമ്മുടെ കോളേജിലെത്തി. ഇത് ഈ കാണുന്നതാണ് നമ്മുടെ LSR പബ്ലിക് സ്കൂള്. പിന്നെ അവിടെ നിന്ന് എല്ലാവരും ഇറക്കി നമ്മൾ നേരെ ഇനി കോളേജിലേക്ക് പോകണം. അപ്പോൾ അത്രയുള്ളൂ ഗൈസ്, ബൈ.